ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ റോഡിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് എനിക്കറിയാം. നമ്മൾ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ, എവിടേക്കായിരിക്കും നമ്മൾ പോകുന്നത്? അപ്പോൾ നമ്മുടെ NSSൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാഷ് ഹണ്ട്, അതായത് ബീച്ച് ക്ലീനിങ്. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ച് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്താൻ പറഞ്ഞെങ്കിലും കുറച്ച് ലേറ്റ് ആയിരുന്നു, കാരണം ബസ്സൊന്നും കിട്ടുന്നില്ല. ബ്ലോക്ക് അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും ബസ് ഭയങ്കര കുറവായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വേണ്ട ബസ്സൊക്കെ കയറി പിന്നെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ബസ്സൊക്കെ മാറിക്കയറണം, 2 ബസ് എന്തോ മാറിക്കയറണമായിരുന്നു. ആൻഡ് ഫൈനലി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേഗം നമ്മുടെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി രജിസ്റ്ററൊക്കെ ചെയ്തു, ഒപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. പല പല കോളേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് NSS യൂണിറ്റാണ് ഓരോ കോളേജിലെ. സംഭവം എല്ലാവരും ഒരു മത്സര ബുദ്ധിയോടെയാണ് നോക്കി കണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന കോളേജിന്, അതായത് വെയിറ്റ് അനുസരിച്ച് ഫസ്റ്റ് വരുന്ന കോളേജിന് 10,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പം നമ്മളൊരു കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അടിക്കണം എന്ന് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഫസ്റ്റ് അടിക്കണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഓരോ ഫേസ് ആയിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഫേസിൽ 5 കോളേജ്, അതിൽ ഒരു കോളേജ് ഞങ്ങളാണ്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾക്ക് സ്പോട്ടും കാര്യങ്ങളും എല്ലാം തന്ന് പിന്നെ ഞങ്ങൾ അവിടെ പോയി മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും വേസ്റ്റും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തന്നായിരുന്നു. ചെറിയൊരു ചായയും കടിയും ഒക്കെ തന്നായിരുന്നു. ഏതായാലും ബീച്ചിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം ബീച്ചിൽ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സമയവും വൈകി. പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡ് ആയിരുന്നു ഗൈസ്. പിന്നെ കൂടുതൽ നേരം ഒന്നും ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് ഒരു പൊട്ടാസും വാങ്ങി കുറച്ച് നേരം അതിട്ട് കളിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് വരുമായിരുന്നു. റിസൾട്ട് അനൗൺസ് ചെയ്യാനൊന്നും നിന്നില്ല. ഓൾറെഡി നമ്മൾ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5:30 ആയി. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം തന്നെ നമ്മൾ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു ബിൽഡിംഗ് കണ്ടില്ലേ, ആ ബിൽഡിംഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് തന്നെ പേടി തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എടുത്ത വീഡിയോ ആണ്. നമ്മുടെ ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിന് പുറകിലായിട്ട് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഭയങ്കര ഈ പ്രേത സിനിമയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ബസ്സിലിരുന്ന സമയത്താണ് നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തു എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ NSS ഗ്രൂപ്പിൽ വരുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷമായി റിസൾട്ട് കണ്ടപ്പോൾ. കാരണം 181 വോളണ്ടിയേഴ്സ്, ഏറ്റവും കൂടുതൽ NSS വോളണ്ടിയേഴ്സ് നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ നിന്നായിരുന്നു. അതിന് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി. പിന്നെ അതുകൂടാതെ ഇൻഡിവിജ്വൽസിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഇൻഡിവിജ്വൽസിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. എൻ്റെ ഒരു NSSലെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് കുറേ ഉണ്ട്. കാരണം ഈ കോളേജിലോട്ട് വന്ന സമയം അല്ലെങ്കിൽ NSSൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് NSS എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റായിട്ട് കേൾക്കുന്ന ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. ഗ്രേസ് മാർക്ക് മാത്രം പ്രതീക്ഷിച്ചായിരുന്നു ഫസ്റ്റ് പോയി ജോയിൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഒരു NSSൻ്റെ ടീഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ് വന്നിരിക്കുന്നത് 181 വോളണ്ടിയേഴ്സ് ആണ് ഫ്രം SH കോളേജ്. സോഷ്യൽ സർവീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് NSS ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എൻ്റെ NSSലെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവസാനം ബസ്സിലും മെട്രോയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.